അംബിക ചിറ്റയുടെ ആത്മാവ് ഇത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോയോ? ആത്മാവല്ലേ, അതിന് എപ്പോ വേണമെങ്കിലും പോകാം വരാം. വണ്ടിക്കൂലിയൊന്നും വേണ്ടല്ലോ. മായ, പണി കിട്ടി. പാൽക്കഞ്ഞി തയ്യാറായോ മക്കളെ? പാൽക്കഞ്ഞിയോ? പാൽക്കഞ്ഞി ഉണ്ടാക്കാനല്ലേ നോം പറഞ്ഞത്? ഇനിയും തയ്യാറായില്ലേ? പാൽക്കഞ്ഞി വേണ്ടെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? അമ്മ ഇപ്പോ പുട്ടും കടലയും കഴിച്ചിട്ട് പോയതല്ലേ ഉള്ളൂ. പുട്ടും കടലയും വേണമെന്ന് പറഞ്ഞത് അമ്മയല്ലേ? ഏതമ്മ? ആരുടെ അമ്മ? ഏത് പുട്ടും കടലേ? എനിക്ക് പാൽക്കഞ്ഞി മതി. അമ്മേ, അമ്മ ഇപ്പോഴല്ലേ ഞങ്ങളെ കൊണ്ട് പുട്ടും കടലയും ഉണ്ടാക്കി കഴിച്ചത്? മായേ, ഈ ഞാൻ ആരാ? അമ്മ അല്ല, അംബിക. ഞാൻ പാൽക്കഞ്ഞിയേ കുടിക്കാറുള്ളൂ. അയ്യോ, ഉണ്ടാക്കിയ പാൽക്കഞ്ഞി വേണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അത് എടുത്ത് കളഞ്ഞിട്ടല്ലേ പുട്ടും കടലയും ഉണ്ടാക്കിയത്. എന്ത്? നമ്മുടെ പാൽക്കഞ്ഞി കളഞ്ഞെന്നോ? നിന്നെയൊക്കെ ശപിച്ച് ഭസ്മമാക്കും ഞാൻ. ഓം ക്രീം. നമ്മുടെ പാൽക്കഞ്ഞി എടുത്ത് കളഞ്ഞാൻ വേണ്ട. അമ്മയോ? അംബിക ചിറ്റ. അയ്യോ, അംബിക ചിറ്റയ്ക്ക് പാൽക്കഞ്ഞി ഞാൻ ഉണ്ടാക്കി തരാം. ശപിക്കരുത്. എന്നാ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ. പൊക്കോളൂ. അവള് മാറിയൊരു പുട്ടും കടലേ. പാവം മരുമക്കൾ പേടിച്ചു പോയി. അയ്യോ അയ്യോ അയ്യോ, അംബികച്ചിട്ട് ഇംഗ്ലീഷ് പറയില്ലല്ലോ. അച്ഛാ, കേട്ടത് ശരി തന്നെ. ആരാ അച്ഛനോട് പറഞ്ഞത്? ആ ചെറുക്കന്റെ അച്ഛൻ. അയാൾ എന്നെ വിളിച്ചിരുന്നു. നശിച്ചു, എല്ലാം നശിച്ചു. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുക്കാൻ സമ്മതിക്കില്ല അവൻ. എല്ലാം നീ ഒറ്റ ഒരുത്തി കാരണോ നശിച്ചവളെ. അവളെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തി നീ രക്ഷപ്പെടാൻ നോക്കണ്ട. എല്ലാത്തിനും വളം വെച്ചു കൊടുത്ത നീയാ. മകളുടെ കല്യാണം ഞാൻ അറിയാതെ നടത്താൻ രഹസ്യമായിട്ട് ഇറങ്ങി പുറപ്പെട്ടവളല്ലേ നീ? പറ്റിപ്പോയി അച്ഛാ, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിനച്ഛൻ തരുന്ന എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്. ആരെയും ശിക്ഷിക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്. നടന്നത് നടന്നു. കാലപാശം പോലെ അവനിങ്ങനെ ചുറ്റിവരിഞ്ഞ് കിടക്കുമ്പോ ഈ കുരുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ കല്യാണം മുടങ്ങിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എന്നാ പിന്നെ നീ ആദ്യം അതങ്ങ് ചെയ്. കല്യാണം പിന്നെ നടത്താം. ഇത് DKയോട് പറഞ്ഞാലോ? വേണ്ടച്ചാ, ഏട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതൊന്നും അറിയിക്കാതിരിക്കുന്നതാ നല്ലത്. പിന്നെ എന്ത് ചെയ്യും? എന്താ ഇതിനൊരു പരിഹാരം? ഇതിനെല്ലാം കാരണം ഞാനല്ലേ. ഇനി ഇതിന്റെ കാര്യത്തിന് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടെത്തിക്കോളാം. എങ്ങനെ? എന്റെ മുൻപില് 2 വഴികളുണ്ടച്ചാ. ഒന്ന്, എന്റെ ജീവിതത്തിൽ അവിനാശ് മൂലമുണ്ടായ എല്ലാ കാര്യങ്ങളും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളോട് ഞാൻ തുറന്നു പറയാൻ പോവാ. അയ്യോ, അത് വേണ്ട. പിന്നെ കല്യാണം ഒരിക്കലും നടക്കില്ല. എല്ലാം മറച്ചു വെച്ച് കല്യാണം കഴിച്ചാലും
നാളെ അവിനാശ് എന്നെ തേടി വരില്ല എന്ന് എന്താ ഉറപ്പ്? അതിനേക്കാൾ നല്ലത് എല്ലാം തുറന്നു പറയുന്നത് തന്നെയാ. എന്നോട് ക്ഷമിക്കാൻ അയാൾ തയ്യാറാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്താം അച്ഛാ. ഇല്ലെങ്കിലും ഞാൻ രണ്ടാമത്തെ വഴി തെരഞ്ഞെടുക്കും. എന്തു വഴി? അവിനാശിനെ ഞാൻ കൊല്ലും. പ്രേമോളെ, ഏതൊരു പെണ്ണിനും സാധാരണ സംഭവിക്കാവുന്ന ഒരു തെറ്റേ എനിക്കും പറ്റുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ അവൻ എന്നെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയ എനിക്ക് വേറെ വഴിയില്ല അച്ഛാ. കൊല്ലും ഞാൻ അവനെ. പക്ഷെ ആ വഴി തെരഞ്ഞെടുക്കുന്നതിന് മുൻപ് ആദ്യത്തെ വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം. അച്ഛാ, എനിക്ക് ആ ചെക്കനെ ഒന്ന് കാണണം. നാളെ തന്നെ ഇവിടെ വരെ ഒന്ന് വരാൻ അച്ഛനൊന്ന് അവനോട് പറയണം. ജീവിച്ചാലും മരിച്ചാലും ഇനി ഒരിക്കലും ഞാൻ അവിനാശിന്റെ അടിമയാവില്ല. പാൽക്കഞ്ഞി ഉണ്ടാക്കിയപ്പോ പുട്ടും കടലയും ഉണ്ടാക്കാൻ പറഞ്ഞു. പുട്ടും കടലയും കഴിച്ചു കഴിഞ്ഞപ്പോ വീണ്ടും പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. ഇനി ഇത് കാണുമ്പോ അമൃതത്ത് വേണമെന്ന് പറയൂ എന്തോ. വരുന്നു വരുന്നു. ഓം നമ ശിവായ. നമസ്തേ മക്കളെ. നമസ്തേ. നമുക്കുള്ള പാൽക്കഞ്ഞി തയ്യാറാണോ മക്കളെ? അതെ അംബികച്ചിട്ടേ. കാരസ്കരത്തിൻ കുരു പാലിലിട്ടാലും കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? കേട്ടിട്ടുണ്ടോ മകളീ പഴഞ്ചൊല്ല്? ഇല്ല, അതിനർത്ഥം എന്താ? കാരസ്കരം എന്നാൽ കാഞ്ഞിരം. അതിന് കയ്പാണല്ലോ. അതിന്റെ കുരു എത്ര മധുരമുള്ള പാലിലിട്ടാലും കയ്പ് മാറുകയേയില്ല. അതിന്റെ കുരു എന്ത് ചെയ്താലും കഴിക്കുമെന്ന അർത്ഥം. അല്ല, അത് അംബികച്ചിട്ടെ എന്നോട് പറഞ്ഞേ ഉള്ളൂ. മകളുടെ മുഖത്തൊരു കാരസ്കര ഭാവം കണ്ടു.